ലോകപ്രശസ്തമായ മഹാക്ഷേത്രങ്ങളിലൊന്നായ തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കിഴക്കേ നടയിൽ ക്ഷേത്രത്തിന് അഭിമുഖമായി മഹാഭാരതത്തിലെ പഞ്ചപാണ്ഡവരുടെ പടുകൂറ്റൻ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ക്ഷേത്രത്തിലെ പൈങ്കുനി ഉത്സവത്തിൻ്റെ സമയത്താണ് ഇവ പ്രതിഷ്ഠിക്കാറുള്ളത്. മീനമാസത്തിലെ രോഹിണി നക്ഷത്രത്തിൽ കൊടിയേറി ക്ഷേത്രത്തിനടുത്തുള്ള സുന്ദരവിലാസം കൊട്ടാരത്തിൽ വച്ച് മഹാരാജാവ് പള്ളിവേട്ട നിർവഹിച്ച് അത്തം നക്ഷത്ര ദിവസം ശംഖുമുഖം കടപ്പുറത്ത് ആറാട്ടോടുകൂടി സമാപിക്കുന്ന 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് പൈങ്കുനി ഉത്സവം. തമിഴ് വർഷത്തിലെ പൈങ്കുനി മാസം മലയാള വർഷത്തിലെ മീനമാസമാണ്. അതുകൊണ്ടാണ് പൈങ്കുനി ഉത്സവം എന്ന് പറയുന്നത്. രാജകുടുംബത്തിൻ്റെ ആജ്ഞ കിട്ടിയ ശേഷമാണ് ഉത്സവ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. രോഹിണി നാളിൽ പത്മനാഭസ്വാമിയുടെയും തിരുവമ്പാടി കൃഷ്ണൻ്റെയും കൊടിമരങ്ങളിൽ കൊടികയറ്റുന്നു. കൊടിയേറ്റ ദിവസം ഒരു നേരം മാത്രമേ ശീവേലി ഉണ്ടാകാറുള്ളൂ. 9ാം ദിവസത്തിനാണ് പള്ളിവേട്ട. ഇതിനെ ഒരു രാജകീയമായ നായാട്ടായി കണക്കാക്കപ്പെടുന്നു. താൽക്കാലികമായി നിർമ്മിച്ച ഒരു കിടങ്ങിൽ ഒരു തേങ്ങ വച്ചിട്ടുണ്ടാകും. ഭഗവാന്റെ പ്രതിനിധിയായി കണക്കാക്കപ്പെടുന്ന മഹാരാജാവ് അത് അമ്പെയ്ത് തകർക്കുന്നു. സകല തിന്മകളുടെയും മേലുള്ള വിജയമാണ് ഇതിൽ നിന്നും അർത്ഥമാക്കുന്നത്. പത്താം ദിവസമാണ് ആറാട്ട്. ശ്രീ പത്മനാഭസ്വാമിയുടെ ആറാട്ട് എഴുന്നള്ളിപ്പ് രാജഭരണത്തിൻ്റെ ചരിത്രം ഓർമ്മിപ്പിക്കുന്നു.